എല്ലാവർക്കും നമസ്കാരം. +1 തുല്യത ഹിസ്റ്ററി പരീക്ഷയുടെ 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ ക്ലാസ്. ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാം പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോമോ ഹബിലിസ്, ഉപകരണ നിർമ്മാതാവ് ഹോമോ ഹബിലിസ്. ഹോമോ ഇറക്സ്, നിവർന്ന് നടക്കുന്ന ആൾ ഹോമോ ഇറക്സ്. ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ. നമ്മൾ ഹോമോ വിഭാഗത്തെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേബിളുണ്ട് പേജ് നമ്പർ 11. അതിൽ ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോ ഹബിലിസ്, ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്സ്, നിവർന്ന് നടക്കുന്ന ആൾ. ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ. ഇതെന്തായാലും പരീക്ഷയ്ക്കുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബോക്സ്. ഇതിൽ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഹോമോ ഇറക്സിലെ റായും നിവർന്ന് നടക്കുന്ന ആൾ, നിവർന്നിൻ്റെ റായും മാച്ച് ചെയ്ത് വെച്ചാൽ അതെന്തായാലും അവിടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്നയാൾ. ഹോമോ ഇറക്സ്, നിവർന്ന് നടക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. അപ്പോൾ എങ്ങനെ ഓർത്ത് വെക്കാനാണ് പറഞ്ഞത്? ഇറക്സിലെ റായും നിവർന്നിൻ്റെ റായും മാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും അത് മാറിപ്പോവില്ല. ഹോമോ ഇറക്സ്, നിവർന്ന് നടക്കുന്ന ആളാണ് ഹോമോ ഇറക്സ്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവാണ്. ഹോമോ ഹബിലിസ്. ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ സാഹിബിനെ ഓർത്ത് വെക്കുക. അപ്പോൾ എന്തായാലും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കത് ഓർത്ത് വെക്കാൻ അങ്ങനെ ഒരു പൊതുവെ അങ്ങനെ വെപ്പുണ്ട്. സാഹിബന്മാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ എന്ന് ഓർത്ത് വെക്കുക. ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ. അപ്പോൾ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോ ഹബിലിസ്, ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്സ്, നിവർന്ന് നടക്കുന്നയാൾ. ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യൻ. പിന്നെ നമ്മൾ ഒന്നാം പാഠത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യം എന്നുള്ളത് നമ്മുടെ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയുള്ള സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഹാചിത്രങ്ങൾ, ആദ്യം മനുഷ്യൻ വരച്ച ഗുഹാചിത്രങ്ങളുണ്ടല്ലോ, ആ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളിൽ നിന്നാണ് നിരവധി ഗുഹാചിത്രങ്ങൾ ലഭിച്ചത്. അപ്പോൾ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളാണെന്ത് നമ്മുടെ ഗുഹാചിത്രങ്ങൾ ലഭ്യമായ സ്ഥലങ്ങൾ. പ്രാചീന കാലത്ത് ഗുഹാചിത്രങ്ങൾ, ആദിമ മനുഷ്യൻ്റെ കാലത്ത് നമുക്ക് ഗുഹാചിത്രങ്ങൾ ലഭ്യമായ സ്ഥലങ്ങളെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഹാചിത്രങ്ങൾ ലഭ്യമായ സ്ഥലങ്ങളെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളാണ്. അപ്പോൾ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകൾ. ഇത് ചേരുംപടി ചേർക്കാൻ വരാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പഠിക്കണം. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകൾ. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? എന്താണ് നമ്മൾ പറയുന്നുണ്ട്? കാട്ടുപോത്ത്, കുതിര, സിംഹം, കരടി, പുള്ളിപ്പുലി തുടങ്ങിയ ചിത്രങ്ങൾ നമ്മൾ വരച്ചിരുന്നു, ഗുഹാചിത്രങ്ങൾ. അങ്ങനെ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ, അതുപോലെ ഷോവേ ഗുഹകൾ. പിന്നെ അതിൽ വേറെ ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ മനുഷ്യൻ ആവിർഭവിച്ചു എന്ന് കരുതുന്ന ഭൂഖണ്ഡത്തിൻ്റെ പേര് ആഫ്രിക്കയാണ്. മനുഷ്യൻ ആവിർഭവിച്ചു എന്ന് കരുതുന്ന ഭൂഖണ്ഡത്തിൻ്റെ പേര് ആഫ്രിക്കയാണ്. മനുഷ്യൻ ആവിർഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ഭൂഖണ്ഡത്തിൻ്റെ പേര് ആഫ്രിക്ക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് റോമാ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടത്. റോമാ സാമ്രാജ്യത്തിലെ ക്രിസ്തു മതത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആരാന്നാണ്? കോൺസ്റ്റൻറ്റൈനാണ് ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ച ആളാണ് കോൺസ്റ്റൻറ്റൈൻ എന്ന് പറഞ്ഞ ഭരണാധികാരി. രാജാവിൻ്റെ പേരെന്താണ്? കോൺസ്റ്റൻറ്റൈൻ. അപ്പോൾ കോൺസ്റ്റൻറ്റൈനാണ് ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ഏത് മതത്തെ? ക്രിസ്തു മതത്തെ. അപ്പോൾ അവിടെ പഠിച്ചല്ലോ, ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആരാണ്? കോൺസ്റ്റൻറ്റൈൻ. ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആരാണ്? കോൺസ്റ്റൻറ്റൈൻ ആണ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് നാണയത്തിൻ്റെ പേര്. റോമൻ നാണയത്തിൻ്റെ പേര് സൊളിഡസ്. ഇന്നുവരെയുള്ള എല്ലാ ഹിസ്റ്ററി പരീക്ഷയും ചോദിച്ചിട്ടുണ്ട് ചോദ്യം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സൊളിഡസ്. എന്താ സൊളിഡസ്? ഒരു റോമൻ നാണയമാണ്, ഒരു റോമൻ കോയിൻ്റെ പേരാണ് എന്ത്? സൊളിഡസ്. അപ്പോൾ റോമൻ നാണയത്തിൻ്റെ പേരെന്താണ്? സൊളിഡസ്. പിന്നെ റോമാ സാമ്രാജ്യത്തിൽ അവർ ഒലിവെണ്ണ വ്യാപാരം നടത്താൻ പ്രത്യേക ഒരു ഭരണി ഉപയോഗിച്ചിരുന്നു. ആ ഭരണിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, അംഫോറ എന്താണ്? ഭരണിയാണ്. ഒലിവെണ്ണ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് റോമാ സാമ്രാജ്യ നിവാസികൾ ഉപയോഗിച്ചിരുന്ന വലിയ ഭരണിക്ക് വിളിക്കുന്ന പേരാണ് അംഫോറ. അപ്പോൾ അംഫോറ എന്താണ്? ഭരണി. സൊളിഡസ് എന്താണ്? റോമൻ നാണയം. കോൺസ്റ്റൻ്റ് പ്രത്യേകം എന്താ പറഞ്ഞത്? ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ആളാണ്
കോൺസ്റ്റൻറ്റൈൻ. ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ആളാണ് കോൺസ്റ്റൻറ്റൈൻ. റോമാ സാമ്രാജ്യത്തിലെ നാണയം, റോമൻ നാണയത്തിൻ്റെ പേരാണ് സൊളിഡസ്. റോമൻ നാണയമാണ് സൊളിഡസ്. പിന്നെ നമ്മൾ അംഫോറ പഠിച്ചു. അംഫോറ എന്താണ്? അംഫോറ ഒരു ഭരണിയായിട്ട് സങ്കല്പിച്ച് വെക്കണം. ഒലിവെണ്ണ വ്യാപാരം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭരണിനെ വിളിക്കുന്ന പേരാണ് അംഫോറ. റോമാ സാമ്രാജ്യ നിവാസികൾ റോമാ സാമ്രാജ്യത്തിൽ അവർ ഒലിവെണ്ണ വ്യാപാരം നടത്താൻ വലിയ ഭരണി ഉപയോഗിച്ചിരുന്നു. ഭരണി, ആ ഭരണി വിളിക്കുന്ന പേരാണ് അംഫോറ. പിന്നെ അടുത്ത ചോദ്യത്തിൽ പോകുന്ന നമ്മൾ അബ്ദുൽ മാലിക്കാണ് ജെറുസലേമിലെ ഡോം ഓഫ് ദി റോക്ക് എന്ന പണി കഴിപ്പിച്ചത്. അബ്ദുൽ മാലിക്കാണ് ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്ന കെട്ടിടം പണി കഴിപ്പിച്ചത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 കൊടുത്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ, അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡോം ഓഫ് ദി റോക്ക്. ഡോം ഓഫ് ദി റോക്ക് എന്താണ്? ഒരു കെട്ടിടമാണ്. ആ അബ്ദുൽ മാലിക്കാണത് പണി കഴിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണത്? ജെറുസലേമിലാണ്. അപ്പോൾ ഡോം ഓഫ് ദി റോക്ക് ചെരുമ്പടി ചോദിക്കുമ്പോൾ നമുക്ക് അബ്ദുൽ മാലിക്കുമായി മാച്ച് ചെയ്യാനുണ്ടാവും. അബ്ദുൽ മാലിക്കാണ് ഡോം ഓഫ് ദി റോക്ക് സ്ഥാപിച്ചത്. ജെറുസലേമിലാണിത്. അബ്ദുൽ മാലിക്കാണ് ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. അടുത്ത ചോദ്യത്തിലേ പോകും. ഒരുപാട് വൺവേഡുകളുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ നവോത്ഥാനം എന്നുള്ള പാഠം. 6ാമത്തെ നവോത്ഥാനം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് 6 മാർക്കിൻ്റെ വൺവേഡ് ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് നവോത്ഥാനം എന്നുള്ള പാഠം. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ദാന്തെയുടെ പ്രശസ്തമായ കൃതിയുടെ പേര് ഡിവൈൻ കോമഡി. ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ പ്രവാചകനായിരുന്നു ദാന്തെ. അപ്പോൾ ദാന്തെയുടെ കൃതിയുടെ പേരാണ് ഡിവൈൻ കോമഡി. ദാന്തെയുടെ കൃതിയുടെ പേരാണ് ഡിവൈൻ കോമഡി. അതുപോലെ ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ എൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ ബൈബിൾ എന്ത് ചെയ്തു? ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. മാർട്ടിൻ ലൂതറാണ് ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അവിടെ 2 ക്വസ്റ്റ്യൻ പഠിച്ചു നമ്മൾ. എന്തൊക്കെയാണ്? ദാന്തെയുടെ കൃതിയുടെ പേര് ഡിവൈൻ കോമഡി. ദാന്തെയുടെ കൃതിയുടെ പേരാണ് ഡിവൈൻ കോമഡി. അതുപോലെ മാക്വെല്ലിയുടെ ഗ്രന്ഥമാണ് പ്രിൻസ്. മാക്വെല്ലിയുടെ ഗ്രന്ഥമാണ് പ്രിൻസ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു. പിന്നെ പഠിക്കാനുള്ളത് മാർട്ടിൻ ലൂതറെ കുറിച്ചിട്ട് പറഞ്ഞു. ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. 3 ചോദ്യം ആ പാഠത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നെന്താണ്? ദാന്തെ രചിച്ച പ്രശസ്തമായ കൃതി ഡിവൈൻ കോമഡി. ദാന്തെയുടെ ബുക്കിൻ്റെ പേര് ഡിവൈൻ കോമഡി. മാക്വെല്ലിയുടെ ബുക്കിൻ്റെ പേര് പ്രിൻസാണ്. മാക്വെല്ലിയുടെ ബുക്കിൻ്റെ പേര് എന്താണ്? പ്രിൻസാണ്. അതുപോലെ ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ ബൈബിൾ എന്ത് ചെയ്തു? ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. പിന്നെ നവോത്ഥാനത്തിൻ്റെ ആരംഭം എവിടെയായിരുന്നു? ഇറ്റലിയിലാണെന്ന് പഠിച്ചു വെക്കണം. നവോത്ഥാനത്തിൻ്റെ ആരംഭം എവിടെയാണ്? ഇറ്റലിയിലാണ്. നവോത്ഥാനം ആരംഭിച്ച എവിടെയാണ്? ഇറ്റലിയിലാണ് നവോത്ഥാനത്തിൻ്റെ ആരംഭം. ഞാൻ പറഞ്ഞു 6 മാർക്കിൻ്റെ വൺവേഡ് വരുന്ന ചാപ്റ്ററാണ് 6ാമത്തെ പാഠം, നവോത്ഥാനം എന്നുള്ള ചാപ്റ്റർ. ഒരുപാട് പേരുകൾ നമുക്കിൽ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അന്ത്യത്താഴം. മൊണാലിസയും അന്ത്യത്താഴവും എന്ത്? ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേരാണ് മൊണാലിസയും അന്ത്യത്താഴവും. അതേസമയം മൈക്കൽ ആഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പേരാണ് അന്ത്യവിധി. മാറിപ്പോരുത്. അന്ത്യവിധി ആർക്കാണ്? മൈക്കൽ ആഞ്ചലോ. അന്ത്യത്താഴവും മൊണാലിസയുമാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണെന്ത്? മൊണാലിസയും അന്ത്യത്താഴവും. മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധി. അത് മാറിപ്പോകാതിരിക്കാൻ ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കാം. മൈക്കൽ ആഞ്ചലോ, അതിൽ ലഞ്ച് ഉള്ളതുകൊണ്ട് എന്ത് വേണ്ട, പിന്നെ എന്ത് കൊടുക്കേണ്ട? അത്താഴം കൊടുക്കേണ്ട. എന്ത് കൊടുത്താൽ മതി? അന്ത്യവിധി കൊടുത്താൽ മതി. അങ്ങനെ ഓർത്ത് വെക്കാം. മൈക്കൽ ആഞ്ചലോ ആ വീട്ടിൽ എന്നിട്ട് ലഞ്ച് വരുന്നുണ്ട്. ലഞ്ച് എന്താ? ഉച്ചഭക്ഷണത്തിന് നമ്മൾ ലഞ്ച് എന്ന് പറയാം, ഊണിന്. അപ്പോൾ മൈക്കൽ ആഞ്ചലോ എന്നുള്ള പേരിൽ ലഞ്ച് ഉള്ളതുകൊണ്ട് പിന്നെ എന്ത് കൊടുക്കേണ്ട? അവിടെ അത്താഴം കൊടുക്കേണ്ട. അന്ത്യവിധി എന്ന് എഴുതാം. അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പേരാണ് അന്ത്യവിധി. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പേരാണ് അന്ത്യവിധി. അതേസമയം ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേര് മൊണാലിസയും അന്ത്യത്താഴവും. നമുക്കറിയാം മൊണാലിസ ഒരേ സമയം ചിരിക്കുകയാണോ കരയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചിത്രമാണെന്ത്? ലോക പ്രശസ്തമായ ചിത്രമാണെന്ത്? മൊണാലിസ. അപ്പോൾ മൊണാലിസ എന്ന ചിത്രം വരെ എൻ്റെ രചയിതാവിനെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി ഇറ്റാലിയൻ ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് മൊണാലിസയും അന്ത്യത്താഴവും. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണ് അന്ത്യവിധി. ഇന്നിവരെ എല്ലാ ഹിസ്റ്ററി പരീക്ഷയിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഈ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രം ചോദിച്ചിട്ടുണ്ട്. മൊണാലിസയും അത്താഴവും. മൈക്കൽ ആഞ്ചലോയുടെ
മൈക്കൽ ആഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പേര് അന്ത്യവിധിയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 82 പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 82. ഇനി നമ്മൾ പഠിക്കണം മറ്റൊന്ന്, അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് അറിയാമല്ലോ നമുക്ക്, ഗുട്ടൻബർഗ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അതുപോലെ വില്യം ഹാർവി, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവി. നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഈ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, അതാണ് രക്തചംക്രമണ വ്യവസ്ഥ. ഈ രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആളുടെ പേരാണ് വില്യം ഹാർവി. വില്യം ഹാർവി എന്ന് കണ്ടുപിടിച്ചു? രക്തചംക്രമണ വ്യവസ്ഥ. ഗുട്ടൻബർഗ് എന്ത് കണ്ടുപിടിച്ചു? അച്ചടി യന്ത്രം. വില്യം ഹാർവി എന്താണ്? വില്യം ഹാർവി രക്തചംക്രമണ വ്യവസ്ഥ. വില്യം ഹാർവി രക്തചംക്രമണ വ്യവസ്ഥ. അതോടൊപ്പം തന്നെ പഠിച്ചത് നമ്മളെന്താണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗാണ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എവിടെയാണ്? ആരാണ്? ഗുട്ടൻബർഗാണ്. പിന്നെ നമ്മൾക്ക് അറിയാം, നമ്മളെല്ലാവരും ഗലീലിയെ കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ദൂരദർശൻ കണ്ടുപിടിച്ച ആൾ ഗലീലിയോ. എന്നാൽ മറ്റു കാര്യം പഠിക്കേണ്ടതുണ്ട്. ഗലീലിയോയുടെ ബുക്കിൻ്റെ പേര് ചലനം. ഗലീലിയോ രചിച്ച കൃതിയാണ് എന്ത്? ചലനം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഗലീലിയോയുടെ കൃതിയുടെ പേര് ചലനം. ഗലീലിയുടെ കൃതിയുടെ പേരെന്താണ്? ചലനം. ഗലീലിയുടെ കൃതിയുടെ പേരെന്താണ്? ചലനം. ഇങ്ങനെ 6 മാർക്കിന് എന്ത് വരാറുണ്ട്? ചോദ്യം വരുന്നൊരു പാഠമാണ് നമ്മുടെ 6ാമത്തെ പാഠം, നവോത്ഥാനം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞല്ലോ, നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ, പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ദാന്തെയാണ്. ദാന്തെയുടെ ബുക്കിൻ്റെ പേര് ഡിവൈൻ കോമഡി. മാക്കവെല്ലിൻ്റെ ബുക്കിൻ്റെ പേര് പ്രിൻസ്. അതുപോലെ മാർട്ടിൻ ലൂതർ പ്രത്യേകം എന്താണ്? ബൈബിള് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് ആര്? മാർട്ടിൻ ലൂതർ. ബൈബിൾ വിവർത്തനം, ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. ഗുട്ടൻബർഗ് കുറിച്ച് പഠിച്ചാലോ? ഗുട്ടൻബർഗ് എന്താണ്? അച്ചടി എന്ന് കണ്ടുപിടിച്ച ആളാണ് ആര്? ഗുട്ടൻബർഗ്. അച്ചടി. വില്യം ഹാർവിയുടെ പ്രത്യേകത എന്താണ്? രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആരാണ്? വില്യം ഹാർവി. പിന്നെ പറഞ്ഞല്ലോ നമ്മൾ നവോത്ഥാനം ആരംഭിച്ച എവിടെയാണ്? ഇറ്റലിയിലാണ്. എന്ത്? നവോത്ഥാനം ആരംഭിച്ച ഇറ്റലിയിലാണ്. ലിയനാർഡോ ഡാവിഞ്ചി ചിത്രത്തിൻ്റെ പേര് മൊണാലിസയും അന്ത്യത്താഴവും. അതേസമയം മൈക്കൽ ആഞ്ചലോ ചിത്രത്തിൻ്റെ പേര് അന്ത്യവിധി. അത് മാറിപ്പോവരുത്. മൈക്കൽ ആഞ്ചലോയിൽ എന്താണ്? അന്ത്യവിധിയാണ്. അത്താഴം എഴുതി വെക്കരുത്. അത്താഴം അയാൾക്ക് ആരാതാണ്? അന്ത്യത്താഴം ഡാവിഞ്ചിയുടേതാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ് മൊണാലിസയും അന്ത്യത്താഴവും ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. അതേസമയം മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളാണ് എന്ത്? അന്ത്യവിധി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ ഈ അധിനിവേശം ചെറുത്തുനിൽപ്പുന്ന 7ാമത്തെ പാഠത്തിൽ നിന്ന് അതിൽ നമ്മുടെ ഇത് ചോദിക്കാം. ആസ്റ്റക്കുകാരുടെ ദ്വീപിനെ ചോദിക്കാം. ചിനമ്പകൾ. ആസ്റ്റക്കാർ നിർമ്മിച്ച കൃത്രിമ ദ്വീപിൻ്റെ പേരെന്താണ്? ചിനമ്പകൾ. ആസ്റ്റക്ക് സംസ്കാരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവർ മെക്സിക്കോ തടാകത്തിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ആസ്റ്റക്ക് സംസ്കാര നിവാസികളുടെ കൃത്യമായി നിർമ്മിച്ച ദ്വീപാണെന്ത്? ചിനമ്പകൾ. പിന്നെ അവരുടെ തലസ്ഥാനത്തിൻ്റെ പേര് തെനോച്ചിത്ലാനാണ്. അത് രണ്ടും വൺവേഡായിട്ട് ചോദിക്കാറുണ്ട്. ആസ്റ്റ് സംസ്കാരത്തിൻ്റെ അവർ നിർമ്മിച്ച കൃത്രിമ ദ്വീപിൻ്റെ പേര് ചിനമ്പകൾ. അതുപോലെ ആസ്റ്റ് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം തെനോച്ചിത്ലാനാണ്. ആസ്റ്റ് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം തെനോച്ചിത്ലാനാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് മായൻ സംസ്കാരത്തിൽ പറയുന്നുണ്ട് ക്യൂപ്പു. അവരുടെ കണക്കുകൂട്ടൽ സമ്പ്രദായത്തിന് വിളിക്കുന്ന പേരാണ് ക്യൂപ്പു. മായൻ സംസ്കാരത്തിലെ അവരുടെ കണക്കുകൂട്ടൽ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് ക്യൂപ്പു. മായൻ സംസ്കാരത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് കണക്കുകൂട്ടൽ സമ്പ്രദായം ക്യൂബു. പിന്നെ ബ്രസീൽ കണ്ടുപിടിച്ച ആരാണ്? ബ്രസീൽ കണ്ടുപിടിച്ച ആളെ പേര് പഠിക്കാണ്ട്. ബ്രസീൽ ഇമ്പോർട്ടൻ്റ് ആണ്. കബ്രാളാണ് എന്ത്? ബ്രസീൽ കണ്ടുപിടിച്ച ആളുടെ പേര് കബ്രാൾ. അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഒരുപാട് വർഷം ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് പേര് വിളിക്കുന്നുണ്ട് ജോർജ് വാഷിങ്ടൺ. ബ്രസീൽ കണ്ടുപിടിച്ച ആളുടെ പേര് കബ്രാൾ. അക്ഷരം വെച്ച് മാച്ച് ചെയ്ത് വെക്കുക. കബ്രാൾ. ബ്രസീലിനെ കണ്ടുപിടിച്ച ആളുടെ പേരാണ് കബ്രാൾ. ജോർജ് വാഷിങ്ടൺ എന്താ നമ്മൾ പഠിക്കേണ്ടത്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്. അടുത്ത പരമോന്നതനായ നേതാവാണ് ആര്? ജോർജ് വാഷിങ്ടൺ. പിന്നെ നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നുണ്ട് സംരക്ഷകനും വിമോചകനും പഠിക്കുന്നുണ്ട്. സംരക്ഷകനും ടൈറ്റിൽ കൊടുത്തത് ജോസഫ് സെൻറ്റ് മാർട്ടിനാണ് സംരക്ഷകൻ എന്ന് വിളിക്കുന്നത്. സൈമൺ ബൊളീവിയർ ആണ് വിമോചകൻ. ബൊളീവിയറിലെ അങ്ങനെ ഓർത്തിച്ച വിമോചകൻ എല്ലാം മാറിപ്പോ. ജോസഫ് സെൻറ്റ് മാർട്ടിൻ്റെ ടൈറ്റിൽ എന്താണ്? സംരക്ഷകനാണ്. അതേസമയം സൈമൺ ബൊളീവിയറെ വിളിക്കുന്നത് വിമോചകനാണ്. പിന്നെ വ്യവസായ വിപ്ലവം എന്ന പാഠത്തിൽ അടുത്ത ഇമ്പോർട്ടൻറ്റിലേക്ക് പോകാം. വ്യവസായ വിപ്ലവം എന്ന പാഠത്തിൽ അതിലാണ് നമ്മൾ പഠിക്കുന്നത് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിൽ ജനങ്ങൾക്ക് ആവേശമായ ചിന്തകന്മാരുടെ പേര് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ.
വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അതിൽ നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ തത്വചിന്തകന്മാരുടെ പേര് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. അതിൽ നമ്മൾ പേജ് നമ്പർ 107 അവരുടെ ഇത് പറയുന്നുണ്ട്. രാജാധികാരം ദൈവദത്തമാണെന്ന വാദം റൂസോ തിരസ്കരിച്ചു. മനുഷ്യന് സ്വതന്ത്രനായി പിറക്കുന്നു, എന്നാൽ എവിടെയും അവൻ ചങ്ങലയിലാണെന്നുള്ള അയാളുടെ പുസ്തകത്തിൻ്റെ പേര് പരിചയപ്പെടുത്തുന്നുണ്ട്, സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ റൂസോ എഴുതിയ പുസ്തകമാണത് സോഷ്യൽ കോൺട്രാക്റ്റ്. ആ 3 പേര് ഓർമ്മ വേണം. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. എന്താ ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ജനങ്ങൾക്ക് ആവേശം പറഞ്ഞ ചിന്തകന്മാരുടെ പേരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. അടുത്തൊരു വൺവേഡിലേക്ക് പോവാം. 9ാമത്തെ പാഠത്തിൽ വൺവേഡ് നോക്കാം. 9ാമത്തെ പാഠത്തിൽ നമ്മൾ ഡോക്ടർ സന്യാസിൻ്റെ തത്വങ്ങൾ ചോദിക്കാം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഡോക്ടർ സന്യാസിൻ്റെ 3 തത്വങ്ങൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഡോക്ടർ സന്യാസിൻ്റെ 3 തത്വങ്ങളുടെ പേര് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. 1921 എന്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം. ഇതാണ് നമ്മുടെ +1 തുല്യതാ പരീക്ഷയിലെ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ. നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് 2 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യോത്തരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.